Ready, 1, 2, 3. ഒരുപാട് നല്ല കഴിവുള്ള പെൺകുട്ടികൾ ഫുട്ബോൾ രംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. അവർക്ക് ഇതൊരു പ്രോത്സാഹനമാണ്, അവർക്കൊരു അവസരമാണ്. ഇന്ന് ജില്ലയിലെ വിവിധ ടീമുകളുമായി മത്സരിക്കാൻ, അവരുടെ കഴിവുകൾ പുറത്തെടുക്കാൻ അവരുടെ അധ്യാപകർക്കാണെങ്കിലും അക്കാഡമിയിലെ കോച്ചുമാർക്കാണെങ്കിലും അവരുടെ സ്കിൽ എന്താണെന്ന് മനസ്സിലാക്കാനുള്ളൊരു വേദിയായി ഇന്നത്തെ ടൂർണമെന്റ് മാറി. ഇതിന്റെ ഭാഗമായി ഇനി ജില്ലയിലെ വിവിധ മേഖലകളിൽ പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായി ആൺകുട്ടികൾക്ക് സംഘടിപ്പിക്കുന്നത് പോലെയുള്ള ടൂർണമെന്റുകൾ സംഘടിപ്പിക്കാൻ മറ്റുള്ളവരും കടന്നുവരും, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കടന്നുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അരുൺ അമൃതാന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. അരുണെ, ആ കുട്ടികളുടെ ആവേശം കാണുമ്പോഴറിയാം അവരങ്ങ് ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട് അല്ലേ? ആ മത്സരം വെറുമൊരു മത്സരം എന്നതിലുപരി അവരുടെ ഒരു കൂട്ടായ്മ, അല്ലെങ്കിൽ അവർക്ക് ഇനിയുള്ള സാധ്യതകൾ. ഇപ്പോൾ നമുക്കറിയാലോ, ഈ ക്രിക്കറ്റിലായാലും ഫുട്ബോളിലായാലും കേരളത്തിൽ വരെ ലീഗുകൾ തുടങ്ങി ഒരുപാട് സാധ്യതകൾ മുൻപിലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പെൺകുട്ടികൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം, അതിപ്പോൾ ഈ അജ്മലിനെ പോലുള്ളവർ അതിന് മുൻകൈ എടുത്ത് വളരെ നല്ല കാര്യമാണ്. ഇത് എവിടെ നിന്നൊക്കെയുള്ളൊരു പങ്കാളിത്തമൊക്കെ ഉണ്ടായി? സ്കൂളുകൾ കേന്ദ്രീകരിച്ചായിരുന്നു? എങ്ങനെയാണ് കുട്ടികൾ ഏതൊക്കെ ഭാഗത്തുനിന്ന് ഒഴുകിയെത്തി? ദീക്ഷേട്ടാ, നമ്മൾ ഈ തത്സമയ റിപ്പോർട്ടറിൽ തന്നെ വരുമ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇത് മലപ്പുറത്തിൻ്റെ ഒരു ഫുട്ബോൾ കഥകൾ പറയുമ്പോൾ ഇത് അവസാനത്തെ കഥയല്ല, ഇത് അവസാനത്തെ കഥയല്ല എന്ന് എപ്പോഴും പറയാറുണ്ട്. അതിലേക്ക് ഒരു കഥ കൂടി എന്നുള്ളതാണ്. ഇതിനിങ്ങനെ തുടരുക തന്നെ ചെയ്യും. കാരണം മലപ്പുറത്തിൻ്റെ ഫുട്ബോൾ മോഹബത്ത് ഈ വാക്ക് ഉപയോഗിക്കാതെ പറ്റില്ല. അതങ്ങനെ തന്നെയാണ്. വൃത്താകൃതിയോളം തന്നെ വിശാലമാണ് ഫുട്ബോൾ. അതിന് യാതൊരു വിഭജനവും ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതിപ്പോൾ പ്രായമായ ഉമ്മമാർ വരെ അവിടെ ചോദിക്കും, മോനെ അർജന്റീനേൻ്റെ കളി എന്തല്ലേ, ബ്രസീൽ ജയിച്ചോ എന്ന് ചോദിക്കുന്ന ഉമ്മമാരെ നാടുകൂടിയാണ് മലപ്പുറം. അവിടെയാണ് ഈ പെൺകുട്ടികൾക്ക് ഫുട്ബോൾ കളിക്കാനായി ഇത്തരത്തിലൊരു അവസരം ഒരുക്കാൻ ഈ വണ്ടൂർ പഞ്ചായത്ത് ഡിവിഷനിലെ അംഗം തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു 6ഓളം ടീമുകൾ പങ്കെടുത്ത ഒരു ടൂർണമെൻറ്റ്, ഈ ഒരു ദിനം പെൺകുട്ടികൾക്ക് ഫുട്ബോൾ മത്സരത്തിന് എന്നുള്ളതായിരുന്നു ആശയം. അങ്ങനെ പെട്ടെന്ന് ടീമുകൾ ഉണ്ടാക്കുന്നു. ഈ സ്കൂൾ തലത്തിലൊക്കെ തന്നെയാണ്. വണ്ടൂർ സബ് ജില്ലാ ഡിവിഷൻ്റെ ഒരു ടീമുണ്ടായിരുന്നു, നിലമ്പൂരിൽ നിന്നുള്ള ടീമുണ്ടായിരുന്നു. അങ്ങനെ വിവിധ ടീമുകൾ പങ്കെടുത്ത ടൂർണമെൻ്റ് ആയിട്ടാണ് നടത്തിയത്. ആ ഒരു ദിവസം തന്നെ ഇരു ടീമുകളും മത്സരിച്ചു. 11 ഗെയിം തന്നെയാണ്. 11 പേര് ഒരു ടീമിൽ മത്സരിക്കുന്ന രീതിയിൽ തന്നെ പ്രൊഫഷണലായി തന്നെ 40 മിനിറ്റ് അടങ്ങുന്ന ഒരു മത്സരം. അങ്ങനെ ആ ദിവസത്തെ ഒരു ദിവസം തന്നെ ഒരു വിജയി ഉണ്ടാകുന്നു. മികച്ച താരങ്ങൾക്കെല്ലാം തന്നെ പുരസ്കാരങ്ങളൊക്കെ രീതിയിൽ നല്ല പ്രൊഫഷണലായി തന്നെ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഓരോ മാസവും ഇനി ഇങ്ങനെ ഒരു ടൂർണമെൻറ്റെങ്കിലും ചുരുങ്ങിയത് സംഘടിപ്പിക്കണം, കൂടുതൽ കുട്ടികൾക്ക് അവസരം നൽകണം, വളർന്നു വരണമെന്നുള്ള ആശയമാണ് മലപ്പുറം എന്നും ഫുട്ബോളിനെ ഉയർത്തിപ്പിടിച്ചിട്ടേ ഉള്ളൂ. അത് ഈ വൈകുന്നേരങ്ങളിലൊക്കെ സന്ധ്യ നേരങ്ങളിൽ പന്ത് കെട്ടുന്നവരുടെ ഒക്കെ ഒരു ഗൃഹാതുരത്വത്തിലേക്ക് കൊണ്ടുപോകുന്ന ഓർമ്മകളാണ് ഈ പന്ത് കെട്ടുന്നതൊക്കെ കാണുമ്പോൾ. അപ്പോൾ മലപ്പുറത്തിൻ്റെ മോഹബത്ത് അങ്ങനെ തുടരുകയാണ്. ആ പെൺകുട്ടികളും കൂടി വളർന്നു വരട്ടെ. കുട്ടികളുടെ ഈ ഒറ്റ മത്സരത്തിന്റെ ഒരു ആവേശം എന്നല്ലാതെ അവർക്ക് സ്ഥിരമായിട്ടൊരു കോച്ചിങ്ങിന് സംവിധാനം അങ്ങനെയും കൂടി ഉണ്ടോ? കാരണം അവർക്കൊരു ഭാവിയിലേക്ക് കൂടി അല്ലെ എന്തെങ്കിലും ഒരു അവർക്ക് എത്തിപ്പിടിക്കാവുന്ന ഒരു സംവിധാനം അവർക്ക് ഒരുക്കി കൊടുക്കുക, അങ്ങനെയും കൂടി ഉണ്ടോ? അങ്ങനെയുള്ളൊരു ശ്രമം കൂടി ഉണ്ടോ? അത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. പരിശീലനത്തിലേക്ക് കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിക്കാനുള്ള ലക്ഷ്യത്തോടെ ഒരു ടൂർണമെൻറ്റ് നടത്തി ഇത് കണ്ട് ആകർഷകരായി കൂടുതൽ കുട്ടികൾ എത്തണം എന്നുള്ള ലക്ഷ്യമാണ്. അങ്ങനെ പരിശീലന ക്യാമ്പൊക്കെ നടത്തുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. കൂടുതൽ തരത്തിൽ ഇത് വിപുലീകരിക്കാനുള്ള ലക്ഷ്യമൊക്കെയാണുള്ളത്. അതിൻ്റെ ഒരു തുടക്കം എന്നോണമാണ് ഇപ്പോൾ ഈ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ടൂർണമെൻറ്റിനേക്കാൾ അപ്പുറത്ത് ഇത്തരത്തിൽ തീർച്ചയായിട്ടും സൂചിപ്പിച്ചതുപോലുള്ള പരിശീലന ക്യാമ്പൊക്കെ വരുമെന്നുള്ളത് തന്നെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. എന്തായാലും ശരി, എന്തായാലും മനോഹരമായ കാഴ്ചയാണ്. കുട്ടികൾ ആവേശത്തോടെ പങ്കുകൊണ്ടു. അത് അവർക്ക് കൂടുതൽ ഈ ഒറ്റ ദിവസത്തെ ആവേശത്തിൽ തീരാതെ ഇനി അടുത്ത മത്സരങ്ങളെക്കുറിച്ചും അല്ലേ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന നിലയിലേക്ക് കുട്ടികൾ മാറട്ടെ. അതിനുള്ള അവസരം മലപ്പുറമാണ്, പ്രത്യേകിച്ച് അതിനുള്ള സംവിധാനങ്ങൾ അങ്ങനെ കുറവ് വരില്ല. എല്ലാവരും ഇഷ്ടമുള്ളതായതുകൊണ്ട് അതിനുള്ള അവസരങ്ങൾ അവർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ശരി അരുൺ, കാണാം.